താരത്തിന്റെ പെർഫോമൻസ് നമുക്ക് കണ്ടാ മതി അല്ലേ? ഇതിന് മുമ്പ് വന്ന് കിട്ടിക്കാച്ചി പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു പോയ ഒരാളാണ്. വീണ്ടും വരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ പുതിയ സെറ്റ് ഓഫ് ആൾക്കാരല്ലേ? എല്ലാരും കണ്ട് ഹാപ്പിയാണോ? പെർഫോം ചെയ്യാൻ റെഡിയാണോ? ഞാൻ റെഡി തന്നെ. റെഡിയാണ്. എന്നാ ചെയ്യാൻ പോകുന്നേ? പ്രകൃതിയുടെ സൗണ്ടുകളാണ്. ശരി, എന്നാ നമുക്ക് ഓരോ പെർഫോമൻസ് കേൾക്കാം. ആദ്യം എന്താണ് സൗണ്ട്? ഏത് സൗണ്ടാണ്? പരുന്ത്. കമോൺ. ഓക്കെ, അപ്പൊ പരുന്ന് അങ്ങനെ വരുന്നു. അങ്ങനെ പരുന്ന് വരുമ്പോൾ ആരാണ് അടുത്ത വരാൻ പോകുന്നത്? ഈ സൗണ്ട് കേട്ടപ്പോ അപ്പത്തേക്ക് കാക്കി ദേശിച്ചു. എന്നിട്ട് കാക്ക വരെയാണ്. എന്നിട്ട് അത് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കൊറേ കൂട്ടങ്ങളായി കരയാൻ തുടങ്ങി. കൊറേ കാക്കകള്. ഇത് മുഴുവൻ കേട്ടപ്പോ തിത്തിത്താങ്കരി ബേർഡ്സ്. ആര് പഠിച്ചു? തിത്തിത്താങ്കരി ബേർഡ്സ് വൈകുന്നേരങ്ങളിൽ കരയുന്നതാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ കരയില പക്ഷി. നമുക്ക് കേട്ടു നോക്കാം, സൗണ്ട് കേട്ടു നോക്കാം. എനിക്കതിന് ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഉണ്ടോ? കമോൺ. ഞാനാണോ ഈകള്? എന്താ പേര്? അയ്യോടാ ഈ പക്ഷിയെ നമുക്ക് നേരെ കൊണ്ട് കൂട്ടിലിടാം. സ്മോൾ ബേർഡ്, വലിയ ബീക്കാണ്. അതിന്റെ സൗണ്ട് വരും ഇങ്ങനെ തന്നെ. ഈ ചെറിയ പട്ടിക്കുട്ടി ഇതേതാ പക്ഷി എന്ന് മോന് മനസ്സിലാവുണ്ടോ? അത് ദേ ആ ചേച്ചി ചെയ്യുന്ന. നിനക്കൊരു വലിയ വെല്ലുവിളി ആയിരിക്കും അത് കേട്ടോ. ചേച്ചിയുടെ പാട്ടായിരുന്നു, ഇത്തവണ ചേച്ചിയുടെ മിമിക്രി ഉണ്ട്. അപ്പോഴേ നമുക്ക് ഈ പക്ഷികളുടെ യുദ്ധത്തിൽ അടുത്ത പക്ഷി ഏത് യുദ്ധത്തിലാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഏത് പക്ഷിക്കാണ് അടുത്ത ഈഗോ അടിച്ചത്? ഇത് എല്ലാം കേട്ടപ്പോ കോഴിക്ക്. എന്നിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അത് വെറുതെ നടക്കുക ഇങ്ങനെ. ആ സൗണ്ട് ഇത് കണ്ടിട്ട് എന്റെ ഉമ്മച്ചിക്ക് ദേഷ്യം വന്നു. ഉമ്മച്ചി എന്നിട്ട് ഉമ്മച്ചി അതിനെ പിടിച്ചോണ്ട് നേരെ അറക്കാൻ കൊണ്ടുപോയി. കഷ്ടം, മുട്ടയിടണ കോഴിനെ കറുക്കണ ഒരു പ്ലേറ്റ് ഉണ്ടെന്ന്. ഇഷ്ടാ ചെയ്തോ? എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ കറക്റ്റ് അല്ലേ? അയ്യോ, അത് ഭയങ്കര ട്രോമയാണ് എല്ലാ സാധനവും. അല്ല, അവക്ക് 2 സവാള അരിഞ്ഞ് മേളിൽ വെച്ച് കൊടുത്ത് നോക്കിയാണ്. ഇല്ല. അപ്പൊ ഇനി നേച്ചറിന് വേറെ സൗണ്ടുകളൊന്നും ഇല്ലയോ? ഈച്ചയോ? ഈച്ചയോ? ആണ്. ശരിയാ ശരിയാ. ഇത് നേരെ ചെന്ന് പെട്ടത് റൂമിലേക്കാണ്. അവിടെ വിട്ടു. അതിന് ഏതെങ്കിലും ഒരു ഹോളില്, ചെറിയ ഹോള്, അതിൽ കൂടെ രക്ഷപ്പെടാൻ നോക്കും. അതെങ്ങനെയായിരിക്കും? നല്ല ഒബ്സർവേഷൻ. ഗംഭീരമായിരുന്നു കേട്ടോ. ഇനി എന്താണ്? നമുക്കൊരു വുഡ് കട്ടർ. ശരി, നമ്മളൊരു വീട്ടിലിരിക്കുവാണേ. അപ്പൊ മരം മുറിക്കുന്ന ആണ് തെറ്റ്. വെരി നൈസ്. ഇനി അടുത്തത് എന്താ? ഞാൻ പിടിച്ചുതരാം. പറഞ്ഞോ. കാറില്ലേ? കാറ്. അത് റിവേഴ്സ് എടുക്കല്ലേ? അതായത് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ കേൾക്കുന്ന ട്യൂൺ ആണോ ഉദ്ദേശിക്കുന്നത്? റിവേഴ്സ് ഗിയർ ഒക്കെ ഇടുമ്പോ പാട്ടൊക്കെ വരുന്ന പോലെ. 404 ഒക്കെ ബാക്ക്. ഈ അവിടുന്ന് ലോക്ക് ആൻഡ് അൺലോക്ക്. അത് വേറെ ഉണ്ട്. വേറെ തെറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ചാവി ഉണ്ടട്ടാ. അൺലോക്ക് ചെയ്യുമ്പോ അൺലോക്ക് ചെയ്യാം. അടിപൊളി. ഇനി നമ്മുടെ തവളയില്ലേ? ശരി, തുടങ്ങട്ടെ.
അടിപൊളി അടിപൊളി വയലിലൂടെ ഒക്കെ നടന്നു പോകുമ്പോ ഈ സന്ധ്യക്കൊക്കെ ഇതൊരു പരിപാടി ഉണ്ട്. അടിപൊളിയായിരുന്നു. ഒന്ന് പിടിച്ചേ, ഞാൻ 2 കൈ അടിക്കട്ടെ. പൂച്ചയില്ലേ, നമ്മുടെ പൂച്ച മീൻ നന്നാക്കാണ്. മീൻ നന്നാക്കുവാണ്. ഒരു മീന് ഇട്ടുകൊടുത്തു. അപ്പൊ ശരി. പൂച്ച കഴിക്കാണ്ടാ. ആ കറക്റ്റാ കറക്റ്റാ. എന്നിട്ട് ഞാൻ അടയ്ക്കാൻ പോവാ. ആ, എന്ത് ചെയ്യാൻ പോന്ന്? അടിക്കാൻ. അടിക്കാൻ. ആ ആ. നൈസ് നൈസ് നൈസ്. അടിപൊളി അടിപൊളി അടിപൊളി. ആ ഒരു പാട്ടൊക്കെ പാടുമല്ലോ. ആ ആ രഘുപതി രാഘവ. ആ അത് ഫ്ലൂട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഫ്ലൂട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അതോ അതും സൗണ്ട്? ആ ഓ അതായത് അടുത്ത ഫ്ലൂട്ടിന്റെ ശബ്ദം. ഇൻസ്ട്രുമെന്റിന്റെ. ആ അപ്പൊ ഫ്ലൂട്ടിന്റെ സൗണ്ട് ആണ് എടുക്കാൻ പോകുന്നത്. ആ. ഓ ആ സൂപ്പർ സൂപ്പർ എന്നിട്ട് ഭയങ്കര കിടിലായിരുന്നു. ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞ. ഇനി ഉണ്ടോ പെർഫോമൻസ്? ആനയും പാപ്പാനും. ആനയും പാപ്പാനും ഉണ്ട്. ആ. ഒരു നല്ല കൈഡി കൊടുക്കാം. അപ്പൊളി. ആനയും പാപ്പാൻ അതാ വരുന്നു ഉത്സവ പറമ്പിലേക്ക്. ആനയും പാപ്പാനും. ഇങ്ങട് നിക്ക്. ഇങ്ങട്. അങ്ങട് നിക്ക്. ആ? ഇങ്ങട് നിക്ക്. അയ്യോ അങ്ങട് ഇവിടേക്ക്. അയ്യോടാ. അടിപൊളിയായിരുന്നു കേട്ടോ. പ്ലെയിൻ വെച്ചേക്കാം പറ്റുമോ? പ്ലെയിൻ ഫ്ലൈറ്റ്, ആ, എയർപ്ലെയിൻ, flight. അത് ഹെലികോപ്റ്റർ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യണമെന്നുണ്ട്. ബാ എന്നാ ചെയ്യും. അടുത്ത ഫ്ലൈറ്റ് ആണേ. നമ്മൾ ആ ഫ്ലൈറ്റ് ഓടിക്കാൻ പോവാണ്. എല്ലാരും കേട്ടിട്ടെ. പാസഞ്ചേഴ്സ് പ്ലീസ് ബി സീറ്റഡ്. അത്രയ്ക്ക് വേണോ? വേണ്ടേ? ഹൈപ്പിന് നിന്റെ കുഞ്ഞു ഫ്ലൈറ്റ് ആണോ? എന്റെ മുന്നു പോയിട്ടൊന്നും അല്ല. ആ അപ്പൊ ഞാൻ എല്ലാരും കൂടെ വിളിക്കാം. പൈലറ്റ് ഒക്കെ കയറട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോന്റെ എല്ലാ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഒരെണ്ണം കൂടി ഉണ്ടോ? ഉണ്ട്. അതെങ്ങോട്ടാ പോകുന്നത്? എന്തിനാണ് പറ കേക്കട്ടെ. ധൃതിപ്പെടുന്നത്? അത് Sorry. ചെയ്യണ്ടേ? പറഞ്ഞോ എന്താ സംഭവം? RX 100. Come on. Yeah. ഇത് RX 125. 135. ആ, ആ. ഓൾറൈറ്റ്. അപ്പൊ അങ്ങനെ നല്ല കിടിലം പെർഫോമൻസ് നമ്മള് കേട്ടു അല്ലേ? ഹാപ്പി ആയോ? ഹാപ്പി. അല്ലേ? വീട്ടിലെല്ലാവരും അന്വേഷണമൊക്കെ പറയണം. ആ